ഇന്നലെ ഒരു 1:45 ഈ സംഭവം നടക്കുന്നത്. ഞാനും വൈഫും മക്കളും ഇവിടെ താമസിക്കുന്ന ഇവിടെ ഒരു രാത്രി ഒരു 1:45 ആയപ്പോഴത്തേക്ക് വലിയൊരു ഒച്ചപ്പാട് കേൾക്കുകയും എൻ്റെ കതവിൽ ശക്തമായി ഇടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കതവിലൊരു കാൽഭാഗം തുറന്നു വരികയും ഞങ്ങൾ കിടന്ന് ബഹളം വെച്ച് വിളിവെച്ചനുസരിച്ച് ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുന്നത് ഈ വണ്ടി അവർ കൊണ്ടുവന്ന പാരയും പിന്നെ അവരുടെ കൈ മൂർച്ചുള്ളൊരു സാധനമായിട്ട് വണ്ടി അടിച്ച് പൊട്ടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഇവിടെ മൊത്തം ബോണറ്റും ചില്ലും എല്ലാം അടിച്ച് പൊട്ടിക്കുന്നതും മോൻ്റെ ഈ സൈക്കിൾ എടുത്ത് ഇതിലോട്ട് എറിയുന്നതും അങ്ങനെ ഒരു ഏകദേശം ഇവരൊരു 10-15 മിനിറ്റോളം ഇവിടെ അന്തരീക്ഷം ഇവർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടുകാരെല്ലാം ജസ്റ്റ് വന്ന് ഞങ്ങളുടെ വിളിയും കാരണവും വീഡിയോ വയ്ക്കുന്ന കുറേ തെറിയൊക്കെ വിളിച്ചിട്ട് ഇവന്മാരൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പോയി. പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾ ഈ സംഭവം നടന്ന സ്പോട്ടിൽ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ബഹുമാനപ്പെട്ട MLA സാറ് ഞാൻ MLA സാറിൻ്റെ കോളേജ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ആ രാത്രി തന്നെ സാറ് പെട്ടെന്ന് ഫോൺ എടുക്കുകയും രാത്രി തന്നെ ആ സ്റ്റേഷനിലോട്ട് റിപ്പോർട്ട് ചെയ്യും. അതനുസരിച്ച് പെട്ടെന്ന് ഇവന്മാർ പോയതിൻ്റെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തന്നെ 10 മിനിറ്റുള്ളിൽ തന്നെ, കാരണം ആ സ്റ്റേഷൻ വിളിക്കുന്ന താമസം അവർ വരുന്ന താമസം മാത്രം പെട്ടെന്ന് പോലീസ് വരെ ഇവിടെ നിന്നും ഏകദേശം ഞങ്ങളുടെ ഒരു 5:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അവരെല്ലാം ഇവിടെ കറങ്ങി നോക്കിയിട്ടൊക്കെയാണ് ഇവരെല്ലാം പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങളതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, പരാതിയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് വൈകുന്നേരം അത് FIR ഇടുമെന്ന് പറഞ്ഞു. എന്താണ് ഇവർ ചെയ്യാനുള്ള പ്രകോപനം? അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷം മുമ്പ് ഞങ്ങൾക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ ആ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ക്രിമിനൽ എന്ന് പറയാൻ ഒരു വിനു വിജയൻ എന്ന് പറയുന്ന കക്ഷിയാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം അവൻ്റെ ബാക്കിലിരുന്നൊരു പയ്യൻ വണ്ടിയിൽ നിന്ന് വീണു. അപ്പോൾ എൻ്റെ വണ്ടി തട്ടിയെന്നും പറഞ്ഞിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അത് ഇവിടെ വന്ന് രാത്രി വന്ന് അവൻ ചീത്ത വിളിക്കുകയും പിന്നെ പൈസ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം എനിക്കറിയാവുന്നൊരു പയ്യൻ ബാക്കിലായതുകൊണ്ടും അപ്പോൾ ഞാൻ ഈ പൈസ കൊടുത്ത് ഒരു 5000 രൂപ കൊടുത്തിട്ട് ആ പയ്യൻ്റെ ഹോസ്പിറ്റൽ ചിലവ് ചെയ്തതെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പൈസ കൊടുത്തതിൻ്റെ പുറകെ ഇവൻ അടുത്ത ദിവസം വീണ്ടും പൈസ ആവശ്യപ്പെടുകയും പൈസ തന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ നിരന്തരം ഒരു 2-3 ആഴ്ച ഭീഷണിയായിരുന്നു. അപ്പോൾ ഞാനത് ആ വിളിച്ച 2ാമത്തെ ദിവസം മുതൽ ഞാനൊരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനെതിരായിട്ട് കൊടുത്തത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നെ ഇത്രയും ആയി. പിന്നെ ഇത് ഇപ്പോൾ എനിക്ക് ഇദ്ദേഹം ആണോ എന്ന് അറിയാനുള്ള റീസൺ, ഇത് ഇന്നലെ കാറടിച്ച് പൊട്ടിച്ച സമയത്ത് തന്നെ ഇവരത് പറഞ്ഞിരുന്നു, നീ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന കാണണം, നീ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നിന്ന അങ്ങനെ കുറേ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇവന്മാരെല്ലാം സംസാരിച്ചത്. അങ്ങനെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ളത് ഇവന്മാർക്ക് അറിയാം. കാരണം ഞാൻ കോളേജിലല്ലടാ നീ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ കിടന്നത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അറിയാം, ഇവനെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഇവൻ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരു ബേസിക് പ്രശ്നം. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് സാർ. ഇന്ന് രാവിലെ പോയി ഞങ്ങൾ കേസ് കൊടുത്തു. അപ്പോൾ ഇന്ന് വൈകുന്നേരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം FIR ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സഹായിച്ച കുറേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറേ നല്ല സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കുഞ്ഞുങ്ങളുടെ അവസ്ഥ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ 4 പേരും വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഇത് കണ്ടപ്പോൾ. ഹസ്ബൻഡ് ആ സമയം തന്നെ പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ എന്നോട് പറഞ്ഞു ഈ പെട്ടെന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ മോള് ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. എല്ലാവരും ആ ഒരു ഷോക്കിലാണ്. എന്നാലും കുഞ്ഞുങ്ങൾ വളരെ ഭയന്നു പോയി. ഇങ്ങനൊരു അന്തരീക്ഷം ഞങ്ങൾ ഇതിനു മുന്നേ ഒന്നും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. കാരണം അത് നമ്മളിവിടെ വന്ന കാലം മുതൽ അല്ലെങ്കിൽ മുമ്പേ ഞാൻ 22 വർഷമായി ഈ കോളേജ് വന്നിട്ട്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് അറിയാം ഇങ്ങനൊരു ലോബി ഇവിടെ ഉണ്ട്, ഇച്ചിരി ലോബി ഉണ്ടെന്നുള്ളതും ഒക്കെ അറിയാം. അപ്പോൾ അതിലുള്ള അംഗങ്ങളാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. ഈ പറഞ്ഞ ദീപു എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് നമ്മളിപ്പോൾ മെയിനായിട്ടും പരാതി കൊടുത്തിരിക്കുന്നത്. കാരണം അവനെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. കാരണം അവൻ്റെ കയ്യില്ല, അവൻ മാസ്ക് ധരിച്ചിരുന്നു ഇവരെല്ലാം. പക്ഷെ നമ്മൾ ആ മാസ്ക് ധരിച്ചെങ്കിൽ ഇവനെ തിരിച്ചറിഞ്ഞത് ഇവൻ്റെ സൗണ്ടും വിരൽ ഇല്ലായിരുന്നു. അപ്പം നമ്മളത് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചപ്പോഴത്തേക്ക് അവൻ്റെ ആ വിരലില്ലാത്തതും അവൻ്റെ സൗണ്ടും വെച്ചാണ് ദീപു എന്ന് തന്നെ മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ അവനെതിരെ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവൻ്റെ കൂടെ ഒരുത്തരുണ്ട്, മനോജ് എന്ന് പറയുന്നു. പക്ഷേ നമുക്കത് ഉറപ്പില്ല. ഏതും ആരെ വീട്ടിലും വന്ന് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഈ ഒരു സംഭവത്തിലൂടെ ഞങ്ങൾക്ക് അതാണിപ്പോൾ പറയാനുള്ളത്. ഇതൊക്കെ നമ്മൾ മീഡിയയിലെ സ്ഥലം കാണുന്നേ, മീഡിയയിലും സിനിമയിലെ കാണുന്നൊരു അവസ്ഥ ഇന്ന് നമ്മുടെ വീട്ടിൽ സംഭവിച്ചു. അപ്പോൾ ഇതിനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ടെന്ന് സാർ അത് ഞങ്ങൾക്ക് ഈ ഇവിടുന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, അതായത് വെഹിക്കിൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വണ്ടി തട്ടിയിട്ടില്ല. കാരണം ഞങ്ങളുടെ വണ്ടി ഏകദേശം അത്ര ആയി കാണും. അപ്പോൾ ആ വെഹിക്കിൾ റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വണ്ടി തട്ടിയിട്ടില്ല എന്നുകൊണ്ടാണ്. അതിൻ്റെ പക്ഷേ അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും റീസണല്ല സാർ. കാരണം ഒരു വണ്ടി റോഡാകുമ്പം വണ്ടി അങ്ങോട്ട് ചിലപ്പോൾ തട്ടും. പക്ഷേ അതൊരു ഗുണ്ടാ രീതിയിലോട്ട് ഇതിപ്പം എൻ്റെ വണ്ടി റോഡിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുത്തൻ്റെ വണ്ടി ഞാൻ പോയി അടിച്ചു പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏതാകും അവസ്ഥ? അല്ലെങ്കിൽ അവർ എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചാൽ ഏതാ അവസ്ഥ? അപ്പം കേരളത്തിൻ്റെ അവസ്ഥ എവിടെ പോകും? പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? ഇൻഷുറൻസ് കമ്പനി എന്തിനാണ്? ഇതൊക്കെയാണ് അവസ്ഥകൾ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഉത്സവ സീസണൊക്കെയാണ് സാറേ. കാരണം ഈ ഡ്രഗ്സിൻ്റെയും
ഇതിൻ്റെയൊക്കെ എല്ലാം പിടുത്തം കഴിഞ്ഞ് ഇവന്മാർ പിടിച്ചിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 12 മണി 1 മണി ആ ടൈമിലൊക്കെയാണ് ഇവന്മാർ ആക്രമണങ്ങൾ അയച്ചു വിടുന്നത്. അത് ഈ വടിവാളും ഈ ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഈ ചുറ്റുവട്ടം കൂടിയ ആൾക്കാരെയും ഇവർ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് ചെയ്തത്. ഞങ്ങളോട് അടുത്തോട്ട് ആരും വരാത്ത രീതിയിൽ. ഞങ്ങൾ പിന്നെ വാതിൽ തുറന്നില്ല, പക്ഷെ ഇവർ വാതിലിൽ വന്ന് നല്ലപോലെ ഫോഴ്സ് ചെലുത്തി. സാർ ആ വീഡിയോക്കകത്ത് തന്നെ ഇവരുടെ പിള്ളേരുടെ ഇവിടെയൊക്കെ കൂട്ടക്കരച്ചിലുണ്ട്. സാർ അത് കേൾക്കുമ്പോൾ അറിയാം, ആ വീഡിയോക്കകത്ത് തന്നെ ഉണ്ട്. കാരണം കുഞ്ഞുങ്ങൾ വെളുപ്പിനെ 5 നേരം വിളിക്കുന്നവരെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയായി 2 പിള്ളേർ.